എന്താ എന്താ ശബ്ദം? അധ്വാനത്തിന്റെ മഹാത്മ്യം എന്ന് പറയുന്നത് ഭയങ്കര മഹാത്മ്യം. അതൊരു വലിയ സുഖമാ. ആ സുഖം അനുഭവിക്കണം. അതിനു വേണ്ടിയാണ് ഈ അധ്വാനം. നന്നായിട്ട് വെട്ട സുഖേട്ടാ. തുടങ്ങിക്കോ. അയ്യോ ചേട്ടത്തി, ശാരദേ, ദാ ഇത് കണ്ടോ? എന്താ സുഗുണ? എന്താ സുഗുണേട്ടാ? ദാ ഭൂമിയുടെ അടിയിൽ നിന്ന് കിട്ടിയതാ. ആണോ? വലിയ പാരമ്പര്യമുള്ള ഏതോ പ്രതിമയാണെന്നാണ് തോന്നുന്നത്. എവിടെ നോക്കട്ടെ? ഇവിടെ നോക്കൂ. ദൈവമേ, ഈശ്വരാ, ശാരദേ, ദാ നോക്ക്. നമ്മുടെ കുടുംബം വലിയ പാരമ്പര്യമുള്ള കുടുംബമായിരുന്നു എന്നുള്ളതിന്റെ തെളിവ്. ദാ നോക്ക്. പ്രതിമയിൽ പാരമ്പര്യം തെളിയുന്ന കണ്ടോ? അയ്യോ, ഹായ്, നല്ല രസം. അതെ അതെ, നാത്തൂന് വലിയ പാരമ്പര്യമുള്ള പ്രതിമ കണ്ടിട്ട്. സുഗുണ, ശാരദേ, ഈ വിവരം നമുക്ക് എല്ലാരും വിളിച്ച് അറിയിക്കണം കേട്ടോ. ഇനി മുതൽ നമ്മുടെ നിലവിലെ മാറാൻ പോവാ. എന്നാലും വല്ലാത്ത പാരമ്പര്യമുള്ള പ്രതിമ തന്നെ. സംഗതി വിചാരിച്ചതിനേക്കാളും വളരെ ഗംഭീരമായി കേട്ടു. സത്യം പറയാ ശാരദേ, എനിക്കിനി മരിച്ചാലും കുഴപ്പമില്ല. അയ്യോ, നാത്തൂനെ അങ്ങനെ പറയരുത്. ഇനി ഇതുപോലത്തെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുള്ള നാത്തൂനാ നാത്തൂൻ. നമുക്കിത് കൃത്യമായിട്ടൊരു സ്ഥാനത്ത് വരാം. ഇവിടെ വെച്ചാൽ എന്റെ കുഞ്ഞിഷ്ടം വെക്കുന്ന പോടാ. അപ്പുറത്ത് ഇപ്പൊ ആകെ അസ്വസ്ഥത തുടങ്ങിക്കാണും. എന്തോ നടന്നു എന്നല്ലാതെ വ്യക്തത വന്നിട്ടില്ല. അവിടെ ഇപ്പൊ കൂട്ടിലിട്ട വെരുകിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരിക്കും. നമുക്ക് അവിടെ വെക്കല്ലേ? നമ്മുടെ പാരമ്പര്യങ്ങളായിരുന്നു. എന്താ മരുമോളെ മുഖതാവിൽ ഒരു മനപ്രയാസം പോലെ? അമ്മാവ, അപ്പുറത്തെ ലീലാവതിക്ക് ഭൂമിക്കടിയിൽ എന്തോ കിട്ടി. നിധിയാണോ? നിധിയല്ല, പക്ഷെ നിധി പോലെ എന്തോ ഒന്നാ. വ്യക്തമായിട്ട് എനിക്കൊന്നും അറിഞ്ഞുകൂടാ. അമ്മാവനൊന്ന് ഇറങ്ങണം, കണ്ടുപിടിക്കണം. നമുക്ക് എന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാത്തെ? ബുദ്ധി പുറത്തു വരാൻ ഓരോ സമയമുണ്ട് ചേട്ടത്തി. ദാ എന്റെ കാര്യം തന്നെ എടുക്കാം. എനിക്ക് 25 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ബുദ്ധി വന്നത്. ആണോ? ആ തന്നെ സത്യം. ഒരു ദിവസം വൈകുന്നേരം ഒരു 4-4:30 മണി ആയിക്കാണ്. ഞാൻ ഒരു ചായയൊക്കെ കുടിച്ച് അങ്ങനെ ഇരിക്കുകയായിരുന്നു. പെട്ടെന്ന് തലയ്ക്കകത്തൊരു പെരുപ്പ്. പെരുപ്പെന്ന് പറഞ്ഞാൽ പെരുപെരാന്നുള്ള ഒരു പെരുപ്പ്. ഞാൻ പേടിച്ചു. വല്ല ഹ്യൂമർ ആയിരിക്കുമെന്ന്. കുറച്ചു നേരം കഴിഞ്ഞാണ് എനിക്ക് സംഗതി പിടികിട്ടിയത്. ബുദ്ധി പ്രവർത്തിച്ചതാണ്. ബുദ്ധി. എന്താണ് ശത്രുവിന്റെ വീട്ടിലോട്ടൊക്കെ വരുന്നു? പിന്നെ ചത്തുറു 10-80 വർഷം കൂടിയാ 90, അല്ലെങ്കിൽ പോട്ടെ 100 വർഷം ഈ ഭൂമിയിൽ കഴിഞ്ഞുകൂടേണ്ട ഒരു തമ്മിൽ ആ ശത്രു ദൈവം വൈരാഗ്യൂ. ഇങ്ങോട്ടൊന്നു മാറിയേ. സുഗുണ, സുഖം തന്നെ അല്ലേ? ശാരദേ, അല്ല ഇവിടെ എന്തോ കിട്ടിയെന്നൊക്കെ പറയുന്ന കേട്ടു. ഓ, അത് ശരി. അപ്പൊ അതറിയാൻ വന്നതാണല്ലേ? കിട്ടി. ഞങ്ങളുടെ കുടുംബ മഹാത്മ്യത്തിനുള്ള ഏറ്റവും വലിയ തെളിവ് കിട്ടി. ചേട്ടത്തിയുടെ തറവാടിന്റെ സ്ഥലമാണ്. ചേട്ടത്തി പറഞ്ഞ മറ്റേ കാര്യം എന്താണ്? ആ, സിന്ധു സംസ്കാരം. സിന്ധു സംസ്കാര കാലം മുതൽക്കേ ചേട്ടത്തിയുടെ കുടുംബം ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ തെളിവാണിത്. ഇങ്ങനെ ഒരു പാരമ്പര്യം മറ്റൊരു കുടുംബക്കാർക്ക് കിട്ടില്ല. ഹോ, പാരമ്പര്യം മുഴുവനെ പകർന്നു വെച്ചിരിക്കുക ഈ പ്രതിമയില്. എന്നാലും എന്റെ കാരണന്മാര് ഇത്രയും മഹാന്മാരാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. എന്റെ മക്കളെ, നമ്മൾ വിചാരിക്കുന്നത് പോലത്തെ ഫാമിലി അല്ല കേട്ടോ ആ ലീലാവതിയുടേത്.
പഞ്ചലോക വിഗ്രഹങ്ങളെ പോലെ അപൂർവ തടി കൊണ്ടുള്ള വിഗ്രഹങ്ങളല്ലേ ഭൂമിക്കടിയിൽ നിന്ന് ചറചറയെന്ന് വരുന്നത്. ഈശ്വര, കേട്ടിട്ട് എന്നെ ഇടനെഞ്ച് പൊട്ടുന്നില്ലോ. ഇതൊന്നും കാണാനും കേൾക്കാനും ഇട്ടേക്കാതെ എന്നെയും കെട്ടിയെടുക്കാത്ത ഈശ്വര. ഏതോ മഹാരാജാവും രാജാവിന്റെ കുട്ടിയുമാണെന്ന് ആ ഒറ്റ നോട്ടത്തിൽ തോന്നുന്നേ. ലീലാവതിയുടെ കുടുംബത്തിൽ ആരെങ്കിലും ഒക്കെ രാജാക്കന്മാരായിരുന്നിരിക്കും. അമ്മാവാ, കണ്ണി ചോരയില്ലാതെ ഓരോന്ന് പറയരുതേ. മനുഷ്യനിവിടെ തീ നിന്നിരിക്കുക. പിന്നെ എന്നും വെച്ച് എനിക്ക് കണ്ടത് പറയാതിരിക്കാൻ പറ്റുമോ? ഞാനേ സത്യസന്ധനായ ഒരു മനുഷ്യജീവിയാ. ഉള്ളതുപോലെ വിളിച്ചു പറയും. മഹത്തായ ഒരു പാരമ്പര്യമാ ലീലാവതിയുടേത്.